ദൈവത്തിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തുമാറാകട്ടെ. ഒരു മെസ്സേജുമായിട്ട് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവ് എനിക്ക് നൽകിയ ഭാഗ്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുകയാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന തിരുവചനം, ദൈവവചനം നിങ്ങളുടെ അകത്തും ദൈവവചനം നിങ്ങളുടെ പുറത്തും എന്നൊരു വിഷയമാണ്. ദൈവവചനത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് വ്യക്തമായും ശക്തമായും അറിവുള്ളവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നു. എന്നാൽ പലപ്പോഴും ദൈവത്തിൻ്റെ വചനം, അകത്ത് നിൽക്കേണ്ട വചനം, ദൈവത്തിൻ്റെ വചനം പുറത്തു പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ ആ വചനത്തെ സ്വീകരിക്കുന്നത് കൊണ്ട് പലപ്പോഴും ദൈവവചനത്തിൻ്റെ വിടുതലുകൾ കാണാൻ കഴിയാതെ ദൈവവചനം അലയുകയാണ്, ഉലയുകയാണ്. എന്താണ് ദൈവവചനം, വചനത്തിൻ്റെ ശക്തി എന്താണ് എന്ന് ചില മിനിറ്റുകൾ മാത്രമുള്ള ഈ സന്ദേശം നിങ്ങളുടെ വിലപ്പെട്ട സമയം, വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ ഈ സന്ദേശത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലൂസ് ഇപ്രകാരം പറയുന്നു: ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു. അപ്പോൾ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം, ആ വാക്ക് ഭയങ്കരമായ അർത്ഥവത്തായിട്ടുള്ളൊരു വാക്കാണ്. ക്രിസ്തു നമ്മുടെ അകത്ത് ഉരുവായി വരണം. ഉരുവാകുന്നതുവരെയും പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാനൊരു പ്രസവവേദനപ്പെടുന്ന ഒരു സ്ത്രീയെ പോലെ ആയിത്തീരുകയാണ്. ഹല്ലേലൂയ. അല്പസമയം ഞാനിവിടെ നിന്നൊന്ന് സംസാരിച്ചോട്ടെ. ഗലാത്യ സഭ അനുഗ്രഹിക്കപ്പെട്ട പൗലൂസിന്റെ ഒരു സഭയാണ്. പക്ഷേ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ സഭയെക്കുറിച്ചുള്ള പൗലൂസിന് ചില അറിവ് കിട്ടി. സഭയുടെ ഇഴച്ചിലുകൾ, സഭയുടെ മെല്ലെപ്പോക്ക് കണ്ടിട്ട് പൗലൂസ് പറയുന്നൊരു വാക്ക് ഗലാത്യ ലേഖനത്തിലുണ്ട്, നിങ്ങൾ വായിക്കുന്നല്ലോ: നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? വലിയ അക്ഷരത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷേ പുറത്തുള്ള ആരോ വന്ന് ഇവരെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതുപോലെ ക്രിസ്തുവിൽ നിന്നും ഇവരെ അകറ്റിക്കളഞ്ഞു. ഇത് കണ്ട പൗലൂസ് 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഒരു വാക്ക് പറയുകയാണ്: ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം. നോക്കണം, ക്രിസ്തു എങ്ങനെയാണ് അകത്തുരുവാകുന്നത്? 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം നിങ്ങൾ വായിച്ചാട്ട്. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം: കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ബോൺ അഗൈൻ, വീണ്ടും ജനനത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തു ഒരു മനുഷ്യന്റെ ഉള്ളിൽ ജനിക്കപ്പെടണം. എങ്ങനെ ജനിക്കണം? പത്രോസിന്റെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ ഇത് കെടുന്ന ബീജത്താലല്ല. കെടുന്ന ബീജം നമുക്കറിയാം, മാനുഷികമായി മനുഷ്യന്റെ ബീജങ്ങളെല്ലാം കെട്ടുപോകുന്നതാണ്. എന്നാൽ ഇവിടെ പീറ്റർ പറയുന്നത് കെടാത്തതായ, കെടുത്താൻ കഴിയാത്തതുമായ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. സ്തോത്രം. അപ്പോൾ ഗലാത്യ ലേഖനത്തിൽ 4-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ ഇങ്ങനെ നമ്മളെ പഠിപ്പിച്ചു: ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. പീറ്റർ പറയുകയാണ്, ഉരുവാകണമെങ്കിൽ കെടുന്ന ബീജത്താലല്ല. എന്ന് വെച്ചാൽ മാനുഷികമാവുന്ന വാക്കിനാൽ എന്ത് ചെയ്യില്ല? വീണ്ടും ജനനം നടക്കത്തില്ല. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? നിലനിൽക്കുകയും ജീവനുള്ളതുമായ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അകത്തിറങ്ങണം. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിന്റെ വചനം അകത്തിറങ്ങാത്തൊരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഒരിക്കലും ആ വ്യക്തിക്ക് ദൈവസന്നിധിയിൽ മുളച്ചു വരാൻ കഴിയില്ല, അല്ലെങ്കിൽ ഉരുവായി വരാൻ കഴിയില്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്ക് പ്രസവവേദനപ്പെടുന്നു എന്നുവെച്ചാൽ പൗലോസ് അപ്പോസ്തലൻ കെടാത്ത ബീജമായ ദൈവത്തിന്റെ വചനം ഗലാത്യ സഭയ്ക്ക് വിളംബരം ചെയ്യുമ്പോൾ ജനത്തിന്റെ ഉള്ളിൽ നല്ല നിലങ്ങളിൽ വിതച്ചിട്ട് പൗലോസ് അപ്പോസ്തലൻ വെറുതെ അല്ല ഇരിക്കുന്നത്. അടുത്ത മീറ്റിങ്ങിന് പോകുന്നവനാണ് എങ്കിൽ പോലും, അടുത്ത ചർച്ചിന്റെ കാര്യം നോക്കുന്നവനാണെങ്കിലും ഇട്ട വിത്തിനെ കുറിച്ചുള്ള വ്യക്തമായൊരു ഉറപ്പുണ്ട്. പുള്ളി എന്ത് ചെയ്തു? പ്രസവവേദനപ്പെടുന്നു. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്: അനേക അസ്ഥികൾ ഒന്നിച്ച് ഒടിച്ചാൽ ഉണ്ടാകുന്ന വേദനയാണ് ഒരു ഗർഭസ്ഥ അവസ്ഥയിലായിരിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയെന്ന് ആ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന എപ്രകാരമാണോ അപ്രകാരമാണ് ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിയുടെ അകത്ത് മുളയ്ക്കാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ ദൈവസന്നിധിയിൽ നിന്ന് കരയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വളരെ ചിന്തയോടുകൂടെ ചിന്തിച്ച് ഈ വചനം ഒന്ന് ധ്യാനിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതം കുറച്ചും കൂടെ വളരും എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ വാക്കാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം, എന്ന് വെച്ചാൽ ക്രിസ്തു നിങ്ങളുടെ അകത്ത് വളരുന്നതുവരെയും ഞാൻ എന്ത് ചെയ്യുന്നു? പ്രസവവേദനപ്പെടുന്നു. ഒരു സ്ത്രീ പ്രസവ ലേബർ റൂമിൽ കൊണ്ടുപോകുമ്പോൾ അവൾ അനുഭവിക്കുന്ന വേദന, അവൾക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, അലറി വിളിക്കുന്നു. തൊട്ടടുത്തിരിക്കുന്ന നേഴ്സുമാർ മിണ്ടാതിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. പുറത്ത് അമ്മയും സഹോദരങ്ങളും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഇവൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. പുറത്ത് ആൾക്കാർ ഉറങ്ങും, പക്ഷെ ഇവർക്ക് ഉറങ്ങാൻ പറ്റില്ല. പ്രസവ വേദന. ഇതാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവവചനം വീണാൽ ശത്രു ഇതിനെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എന്ത് ചെയ്യുകയാണ്? ഒരു പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ ദൈവസന്നിധിയിൽ ദൈവത്തോട് കണ്ണുനീരൊഴിച്ച് നിലവിളിച്ച് ആ വ്യക്തിയുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ കുഞ്ഞേ, ഞാനും നിങ്ങളും പലപ്പോഴും ദൈവവചനങ്ങൾ പ്രസംഗിക്കാറുണ്ട്. പ്രസംഗിച്ചിട്ട് ആ പ്രസംഗം നന്നായി എന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഒരാൾ പറയും നിങ്ങളുടെ പ്രസംഗം സൂപ്പർ ആയിരുന്നു എന്ന് കേട്ടാൽ മതി, നമുക്ക് സംതൃപ്തിയാണ്. പക്ഷെ പോൾ അങ്ങനെയല്ല. പോള് വിതച്ച കെട്ടുപോകാത്ത ബീജം അത് മുളച്ചു വരണം, പുറത്ത് ഉരുവായി വരണം. അതിനു വേണ്ടി കണ്ണുനീരുകൊണ്ട്, നിലവിളി കൊണ്ട്, സ്വന്തം ശരീരത്തിന് ഒരു സ്വസ്ഥത കൊടുക്കാതെ, ഉറക്കം കൊടുക്കാതെ, ഒരു പ്രസവ വേദന അനുഭവിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ ദൈവത്തോട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? കടബാധ്യത മാറാൻ വേണ്ടിയാണോ? അല്ല. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവായി വരണം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവദാസനെ കുഞ്ഞേ, ജീവിതത്തിൽ ഒരു ദൈവവചനം ആരുടെയെങ്കിലും ഉള്ളിൽ നിങ്ങൾ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ ഈ വചനത്തിൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവദാസന്മാരെ, തിരക്കിട്ട കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ, സുവിശേഷകന്മാരെ, പ്രാസംഗികന്മാരെ, എല്ലാവരും പറയട്ടെ, ഇടയന്മാരെ, നമ്മൾ കൊടുക്കുന്ന ഒരു വചനം കൊള്ളാമെന്ന് ഒരു വ്യക്തി ഇതിലല്ല സന്തോഷിക്കേണ്ടത്. ആ വ്യക്തിയുടെ അകത്ത് വീണ കെടാത്ത ബീജം അല്ലെങ്കിൽ കെടാത്ത വിത്ത് അതെന്ത് ചെയ്യണം? അതിനകത്തുനിന്ന് മുളച്ചു വരണം. ഇനി മുളച്ചു വരാതെ ഈ ലോകത്തിലെ ദൈവം എന്ത് ചെയ്യും? അതിന് മൂടിവെക്കും. അത് മൂടിവെക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരു പ്രസവ വേദന പൗലോസ് അനുഭവിക്കുന്നത്. ആമേൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ
പൗലോസ് അപ്പോസ്തലൻ എത്ര വ്യക്തമായിട്ടാണ് നമ്മളോട് പറയുന്നത്. പീറ്ററും നമ്മളോട് പറഞ്ഞ വാക്ക് അത് തന്നെയാണ്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങളെ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അതൊരു ബോൺ അഗൈൻ, വീണ്ടും ജനനം. ഹല്ലേലൂയ. നിക്കോദിമോസ് പറയുന്നു, ഞാൻ ഇനി അമ്മയുടെ ഉദരത്തിൽ ഇനി ചെന്നിട്ട് ഇനിയും ജനിക്കണോ, ഉള്ളിൽ കയറണോ എന്നവന് സംശയമുണ്ടായിരുന്നു. യേശു അതിനെക്കുറിച്ച് മറുപടി പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ വീണ്ടും ജനനം നടക്കുന്നത് ദൈവവചനം അവന്റെ ഉള്ളിനകത്ത് ഇറങ്ങി ആ വചനം മുളച്ചു വരുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വീണ്ടും ജനനം അല്ലെങ്കിൽ ബോൺ അഗൈൻ നടക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം പുറത്തും കേൾക്കാം, ചെവിക്ക് ഇമ്പമായി നമുക്ക് തോന്നാം, അതവിടെ വീണ്ടും ജനനം നടക്കുന്നില്ല. പുറമെ സൗഖ്യം നടക്കാം, അത് വീണ്ടും ജനനം നടക്കുന്നില്ല. എനിക്കറിയാവുന്ന ഒരു സഹോദരി, ഒരു ചെറുപ്പക്കാരിയായ സഹോദരി ഞങ്ങളുടെ ചർച്ചിലോട്ട് വന്നു. ചില പൈശാചികമായ ശക്തികൾ അവളിൽ നിന്ന് വിട്ടുമാറി. അവൾ ഇവളുടെ മെല്ലെ പോക്ക് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, രക്ഷയെക്കുറിച്ച് പറഞ്ഞു, സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു. അവൾ പതുക്കെ ദൈവത്തിൽ നിന്ന് അകന്നു. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് ശേഷം പിന്നീട് അവൾ എന്നോട് ഒന്ന് ഫോൺ ചെയ്തു. ചോദിച്ചു, സുഖമാണോ? സുഖമാണ്. ഒന്നും നടക്കുന്നില്ല, പക്ഷേ മുമ്പിലോട്ട് പോകാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ ചർച്ചിൽ വരാത്ത, എന്താ ദൈവത്തിന്റെ സെല്ലിൽ ആരാധിക്കാൻ വരാത്തത്? അപ്പോഴാണ് പുള്ളിക്കാരി പറഞ്ഞത്, ഒരു കാര്യം അങ്ങോട്ട് നടക്കണില്ല, ഒരു കാര്യത്തിനും അങ്ങോട്ട് മുമ്പിലോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോഴെൻ്റെ കൂട്ടുകാരിയുടെ സഹോദരൻ ഒരു ജ്യോത്സ്യനാണ്. ജ്യോത്സ്യൻ പറഞ്ഞു, നിനക്ക് ഒരു മാന്ത്രികമായിട്ട് നിനക്കൊരു കെട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇന്നടത്തെന്നാ പറഞ്ഞു. ഇന്ന സ്ഥലത്ത് പോയി മന്ത്രവാദിൻ്റെ അടുത്ത് ചെന്ന് ഇവൾ ദക്ഷിണ കൊടുത്തു. എന്നോട് പറഞ്ഞു, പക്ഷേ ഇപ്പോഴും ഞാൻ ഫ്രീയാ. കാരണം എന്തെന്നറിയണ്ടേ, കേട്ട വചനങ്ങളും കൊടുത്ത സന്ദേശങ്ങളും അവിടെ പുറമെ ഒരു വിടുതലിനായിരുന്നു. ചില ഭൂതങ്ങൾ വിട്ടുമാറി, അവിടെ ആത്മഹത്യ ടെൻഡൻസിയൊക്കെ മാറി. അതുകൊണ്ട് എന്ത് കിട്ടിയില്ല, വീണ്ടും ജനം ലഭിച്ചില്ല. കാരണം എന്താണ്? ഈ പറഞ്ഞതെല്ലാം അവളുടെ കർണത്തിന് സുഖകരമായി തോന്നി, ശരീരത്തിന്റെ സൗഖ്യത്തിന് കാരണമായി തോന്നും. പക്ഷേ ദൈവത്തിന്റെ വചനം ഒരുത്തന്റെ അകത്തിറങ്ങിയാൽ മാത്രമേ ക്രിസ്തു അവനിൽ ഉരുവായി വരികയുള്ളൂ. ഇന്നത്തെ ആത്മീയ ലോകം മൊത്തം അങ്ങനെ തന്നെയാണ്. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും പുറമെയുള്ള വിടുതലിന് വേണ്ടി മാത്രമാണ് ദൈവവചനം. പുറമെയുള്ള സൗഖ്യം മാത്രം മതി. മക്കളുടെ ഭാവി, മക്കളുടെ ഉയർച്ച, ഏതെങ്കിലും അമ്മമാർ മക്കൾക്ക് വേണ്ടി അവർ കേട്ട വചനം, നിങ്ങൾ കൊടുത്ത വചനം അവിടെ ഉള്ളിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആ വചനം ഒന്ന് ക്രിസ്തുവായി ഒന്ന് ഉരുവായി വരുവാൻ, ക്രിസ്തുവിൽ ഒന്ന് ഉരുവായി വരാൻ നമ്മൾ എത്ര പേർ പ്രാർത്ഥിക്കാറുണ്ട്? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, മോന് ജോലിയില്ല, മോൾക്ക് ജോലിയില്ല, വിവാഹ തടസ്സങ്ങൾ, പിള്ളേരുടെ ഭാവി. ഇങ്ങനെയുള്ള ആവലാതികളിലാണ് നമ്മുടെ ഉപവാസങ്ങളും പ്രാർത്ഥനകളും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട കാലഘട്ടം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇന്ന് രാവിലെ ഈ സന്ദേശം ഞാൻ നിങ്ങളോട് പകരുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിക്കകത്തിറങ്ങിയാൽ മാത്രമേ ആ വ്യക്തിയിൽ ക്രിസ്തു ഉരുവായി വരികയുള്ളൂ. ഹല്ലേലൂയ. ഈ വചനം കെടാത്ത ബീജമാണ്. ലോകത്തിന്റെ മനുഷ്യന്റെ സകല ബീജങ്ങൾ അത് കെട്ടുപോകുന്നതാണ്. മണിക്കൂറുകൾ കഴിയുമ്പോൾ കെട്ടുപോകുന്നതാണ്. കെട്ടുപോകാത്ത ഒരു ബീജമാണ് ദൈവത്തിന്റെ വചനം. ആ വചനം ഒരുത്തന്റെ അകത്ത് ചെന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഇന്നല്ലെങ്കിൽ നാളെ അത് ക്രിസ്തുവിനാൽ അവൻ ആകർഷിക്കപ്പെട്ട് ക്രിസ്തുവിൽ അവൻ വളരുവാനിടയാകും. ആകയാൽ നമ്മുടെ കണ്ണുനീരും നമ്മുടെ പ്രാർത്ഥനകളുമെല്ലാം ഭൗതികമായ പുറമെ ഒരു വിടുതലിന് വേണ്ടിയുള്ള വചനം കേട്ട് സന്തോഷിക്കണം. ജഡത്തെ സന്തോഷിപ്പിക്കുന്നതല്ല വചനം. നമ്മുടെ വചനം അകത്തിറങ്ങണം. അതാണ് പൗലോസ് വ്യക്തമാണ്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകോളം
നിങ്ങളിൽ. അപ്പോൾ നമ്മുടെ അകത്തുരുവായി വരണം. ഹല്ലേലൂയ. ഇനി നോക്കുക, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം നിങ്ങളത് വായിച്ചു നോക്കുക. നാം അവന്റെ സൃഷ്ടികളിൽ ഒരു വിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിന്റെ വചനം അകത്ത് ചെന്നാൽ മാത്രമേ ഒരു വീണ്ടും ജനനം നടക്കുകയുള്ളൂ. സ്തോത്രം. എൻ്റെ മകളുമുണ്ട്. ഞാനൊരു പാസ്റ്ററാണ് ആയതുകൊണ്ട് ആ പിള്ളേര് കൈയടിക്കുന്നു, വർഷിപ്പ് നടത്തുന്നു, കീബോർഡ് വായിക്കുന്നു, പ്രസംഗിക്കുന്നു. ഇതൊന്നും കൊണ്ട് സത്യത്തിൽ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചില്ല. വീണ്ടും ജനനം പ്രാപിക്കുന്നത് കേൾക്കുന്ന വചനം അകത്തിറങ്ങണം. ആ വചനം അവിടെ നിന്ന് മുളച്ചുരുവായി വരുമ്പോഴാണ് സത്യത്തിൽ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുന്നത്. അപ്പോഴാണ് പിള്ളേർ പറയുന്നത്, ഞാൻ യേശുപ്പനെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായി ഞാൻ അംഗീകരിക്കുന്നു. എനിക്ക് സ്നാനമേൽക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിലോട്ട് വരണം. ഈ ഒരു ആഗ്രഹവും ഈ ആവേശം വരുന്നത് എപ്പോഴാണ്? ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉരുവായി വരുമ്പോൾ. ഇന്ന് സ്നാനപ്പെടുത്താൻ അപ്പനും അമ്മമാർ വെമ്പൽ കൊള്ളുകയാണ്. കല്യാണ പരുവമായി പെട്ടെന്ന് നിന്ന് സ്നാനപ്പെടും എങ്കിലേ നമ്മുടെ ചർച്ചുകാരൊക്കെ സ്നാനപ്പെടുത്തുകയുള്ളൂ. ഒരു പെണ്ണിനെ കിട്ടുകയുള്ളൂ, സ്നാനപ്പെട്ട പെൺകുട്ടിയെ കിട്ടുകയുള്ളൂ. ഈ പരുവത്തിലേക്ക് വരാനുള്ള കാര്യം എന്താണ്? പാരമ്പര്യങ്ങൾ. പാരമ്പര്യം വീണ്ടും ജനനത്തിന് തടസ്സമാണ്. പാരമ്പര്യം കൊണ്ട് ആരും വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല. ഒരുത്തന്റെ ഉള്ളിൽ ദൈവവചനം ഇറങ്ങിയാൽ മാത്രമേ ക്രിസ്തു അവന്റെ ഉള്ളിൽ ഉരുവായി വരികയുള്ളൂ. ആമേൻ. ആരെങ്കിലും ജീവിതത്തിനകത്ത് എൻ്റെ പാരമ്പര്യങ്ങൾ എന്നെ രക്ഷിക്കും, ഞാൻ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തിയാണെന്ന് പറഞ്ഞ് അഭിമാനിക്കരുത്. പാരമ്പര്യങ്ങൾ ഒരു വ്യക്തിയുടെ വാക്കുകൾ കൂടെ വരുന്ന വാക്കുകളല്ല, കേൾക്കുന്ന ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരുമ്പോൾ നിങ്ങൾ അറിയാതെ പറയും, എനിക്ക് എൻ്റെ യേശുവിനെ രക്ഷകനും കർത്താവും ദൈവവുമായി ഞാൻ അംഗീകരിക്കുന്നു എന്ന പദം അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ജനിക്കുമ്പോഴാണ്. ക്രിസ്തു നിങ്ങളിൽ ഉള്ളിൽ എങ്ങനെ ജനിക്കുന്നത്? യേശുവിന്റെ വചനം എന്ന് വെച്ചാൽ കെടാത്ത ബീജമായിരിക്കുന്ന ദൈവവചനം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ അത് സംഭവിക്കുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഇനി മൂന്നാമത്തെ കാര്യം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 9-ാം വാക്യം. ദൈവത്തിൽ നിന്നും ജനിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ആമേൻ. ഈ വാക്ക് നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ ലോകത്ത് ജീവിക്കും പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമെന്നാണ് തിരുവചനം പറയുന്നത്. കാരണം ദൈവത്തിന്റെ വിത്ത്, ഏത് വിത്ത്? നമ്മൾ 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറഞ്ഞു, കെടാത്ത ബീജം ആയിരിക്കുന്ന ദൈവത്തിന്റെ വചനം, അല്ലെ? ആ വചനം യാക്കോബിന്റെ 1:18 പറയുന്നു, സത്യത്തിന്റെ വചനം. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കുക, ഈ വിത്തകത്ത് കിടക്കുക. ഇവിടെ ഈ ഗലാത്യർ 4:19 പറയുന്ന പോലെ ക്രിസ്തു നിങ്ങളിൽ നിന്ന് ഉരുവായി വരുന്നത്. അപ്പോൾ ഈ വചനത്തിന്റെ വിത്ത് അകത്ത് കിടക്കുന്ന കാലം ആരും പാപം ചെയ്യില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. പാപം ചെയ്യില്ല, പാപം ചെയ്യാൻ കഴിയുകയുമില്ല. കാരണം എന്താണ്? ക്രിസ്തു നമ്മുടെ അകത്ത് ഉരുവായി നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഉരുവായി? ദൈവ വചനം അകത്തിറങ്ങിയപ്പോൾ ആ വചനത്തിൽ കൂടെ പറയുന്നു, പാപം ചെയ്യരുത്. ഒരു പാപം ചെയ്യാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, നോ, ചെയ്യാൻ പാടില്ല. അതെങ്ങനെ സംഭവിച്ചു? വചനം അകത്തിറങ്ങിയത് കൊണ്ടാണ്. ആമേൻ. ഇന്ന് നോക്കുക, ഈ ഒത്തിരി വചനങ്ങൾ കേൾക്കുന്നു, ഒത്തിരി ഉപദേശങ്ങൾ കേൾക്കുന്നു, ഒത്തിരി കൺവെൻഷൻ നടക്കുന്നു, ഒത്തിരി ക്രൂസൈഡ് നടക്കുന്നു. ആ സമയത്തുള്ള ഒരു 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 മാനസാന്തരം എന്ന് വെച്ചാൽ മുഴുത്ത മാനസാന്തരം 3 മാസം എന്ന് പറയുന്നത് പണ്ട് അങ്ങനെയാ പറയുന്നത്. ഇപ്പോൾ 3 മിനിറ്റ് പോലും നിൽക്കാത്ത ഒരു സാഹചര്യമാണ്. കാരണം എന്താണ്? അവർ കേട്ട വചനങ്ങളെല്ലാം പുറത്താണ്. ഈ പുറത്ത് വചനം കേൾക്കുമ്പോൾ ചില ദിവസങ്ങൾ ഭയങ്കര ആത്മീയ ഉണർവായിരിക്കും,
എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ ഭയങ്കര തീരുമാനമായിരിക്കും. എന്നാൽ അകത്ത് തിരുവചനം ഇറങ്ങുമ്പോൾ തീരുമാനത്തെക്കാൾ വലുത് തൻ്റെ തെറ്റുകളെ കുറിച്ചുള്ള ബോധം ദൈവവചനം വരുത്തും. മനസ്സിലാവുന്നുണ്ടോ പ്രിയമുള്ളവരെ? നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ ഒരിക്കലും പുറത്തു വന്ന് വീഴുന്നതാകരുത്, അകത്ത് തന്നെ വീഴണം. നല്ല നിലമായ നമ്മുടെ ഹൃദയത്തിനകത്ത് വീണാൽ മാത്രമേ നമുക്ക് പാപം ചെയ്യാൻ കഴിയാതിരിക്കുകയുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. ക്രിസ്തു അകത്ത് ഉരുവായി വന്നാൽ ഉണ്ടെന്ന ഏറ്റവും വലിയ പാപം ചെയ്യില്ല, പാപം ചെയ്യാൻ കഴിയില്ല. ആരൊക്കെ പാപം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചാൽ നമ്മൾ പാപം ചെയ്യില്ല. നമ്മുടെ നാവിനെ ക്രമീകരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും, നമ്മുടെ കണ്ണിനെ ക്രമീകരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും, നമ്മുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ക്രമീകരിക്കാൻ പറ്റും. കാരണം എന്താണ്? അകത്ത് ഒരു വിത്ത് കിടക്കുക. ഏത് വിത്താ? ദൈവവചനത്തിന്റെ വിത്ത് കിടക്കുക. ആ വിത്ത് എങ്ങനെ ഉരുവായി വരിക? ക്രിസ്തു അതിൽ ഉരുവായി നിൽക്കുകയാണ്. അവിടെ നമുക്കിപ്പോഴെന്ത് ചെയ്യാൻ പറ്റത്തില്ല? പാപം ചെയ്യാൻ പറ്റത്തില്ല, പാപത്തിന് നമ്മളെ തൊടാൻ പറ്റത്തില്ല. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, കുഞ്ഞെ, ജീവിതത്തിനകത്ത് എത്ര ദൈവവചനം കേട്ടിട്ടും ഒരു മാറ്റവും വരുന്നില്ല. ആ പാപം നമ്മളെ വിട്ട് പോകുന്നില്ല. 5-6 ആഴ്ചകൾ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു, ഉപവസിച്ചിരുന്ന വിഷയം ഇതാ. ആ പാപം മാറാൻ, ആ സ്വഭാവം മാറാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്നെ മടുത്തു. പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ആരോടൊക്കെ പറയുന്നു, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇറങ്ങട്ടെ. ദൈവവചനം മണിക്കൂറോളം വായിക്കട്ടെ. വായിക്കുന്നത് കൊണ്ടായില്ല, ആ വചനം നിങ്ങളുടെ ഹൃദയത്തിലെത്തണം. ആ ഹൃദയത്തിനകത്ത് കയറിയാൽ നിങ്ങൾ അംഗീകരിക്കണം, ഇത് എൻ്റെ വചനം, ദൈവം എനിക്ക് തന്ന വചനമാണ് എന്ന് വെച്ചാൽ ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അതിനെന്ത് ചെയ്യണം? ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, അന്ത്യകാലത്തിന്റെ സഭയാണ് ഞാൻ വാതിൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എൻ്റെ കൂടെയും അത്താഴം കഴിക്കും. എന്ന് വെച്ചാൽ ദൈവവചനം ഇന്ന് രാവിലെയും ആരെയൊക്കെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കുക. നിങ്ങളുടെ ജഡത്തിന്റെ വാതിലല്ല തുറക്കേണ്ടത്. ജഡത്തിന്റെ വാതിൽ തുറന്നാൽ ഈ വചനം നിങ്ങൾ ജഡീകമായി ചിന്തിക്കും. എന്നാൽ ഹൃദയത്തിന്റെ വാതിൽ തുറന്നാൽ നിങ്ങളുടെ അകത്ത് ക്രിസ്തു ഉരുവായി വരുവാനിടയാകും. ആമേൻ, ഹല്ലേലൂയ. പട്ടുപോകാൻ കഴിയത്തില്ല. ശക്തമേറിയ ചൂടിന്റെ മുമ്പിൽ നിങ്ങൾ കരിഞ്ഞു പോകത്തില്ല. എത്രയെല്ലാം പ്രതികൂലം വന്നാലും നിങ്ങൾ ഉടഞ്ഞു പോകത്തില്ല. കാരണം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തു ഉരുവായി വരികയാണ്. എബ്രായർക്കെഴുതിയ 4-ാം അധ്യായം 12-ാം വാക്യം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി. കാരണം ഉള്ളിൽ ഉരുവായ ദൈവത്തിന്റെ വചനം, അല്ലെ? ഉള്ളിൽ വീണ വിത്ത് സത്യത്തിന്റെ വചനം. ഹല്ലേലൂയ. ഇനി പറയുന്നു, കെടാത്ത ബീജമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം. എന്താണ് അതിന്റെ ശക്തി? ഒന്ന് ഞാൻ പറഞ്ഞു, അത് പാപം ചെയ്യാൻ പറ്റില്ല. ഈ വചനം അകത്ത് കിടക്കുന്നതാണ്, പാപം ചെയ്യാൻ പറ്റില്ല. പാപത്തിന് അവന്റെ മേൽ അധികാരവും ഇല്ല. സ്തോത്രം. ഇനി 2 പറയുന്നു, എബ്രായർക്കെഴുതിയ 4:12 പറയുന്നത്, ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. 2 ചൈതന്യമുള്ളതായി, ഇരുവായ്ത്തരയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്ന ദൈവത്തിന്റെ വചനം. കണ്ടോ? അവിടെ കിടക്കുന്ന ദൂത് കണ്ടോ? ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിയുടെ ഭാവങ്ങളെ വിവേചിക്കും. ഒരാള് പാട്ട് പാടാൻ നിൽക്കുന്നു, പ്രസംഗിക്കുന്നു, അവന്റെ ഭാവം കണ്ടാൽ ഉള്ളിൽ കിടക്കുന്ന ദൈവവചനം എന്ത് ചെയ്തു? അതിനെ വിവേചിക്കും. ഇനി 2, അവന്റെ ചിന്തകളെ വിവേചിക്കും. ഏതാ? ദൈവത്തിന്റെ വചനം. ഇനി 3, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും. കണ്ടോ? അവിടെ ഒരു സ്കാനിങ്ങിനോ ഒരു എക്സ്റേക്കോ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾക്കോ ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്തടുത്ത് നിങ്ങളുടെയും എൻ്റെ ഉള്ളിൽ ഉരുവാകുന്ന ദൈവവചനം എന്ത് ചെയ്യും? വിവേചിക്കാനും
അവരുടെ ചിന്തകളെയും ഭാവങ്ങളെ വരെ വിവേചിക്കുവാനുള്ള കൃപ ഈ വചനത്തിൽ കൂടെ ലഭിക്കും. സ്തോത്രം. വചനം ചുമ്മാതെ എഴുതിയതല്ല, വചനം തമാശയ്ക്കുള്ളതല്ല, ക്രിസ്ത്യാനിയുടെ പുസ്തകമല്ല ബൈബിൾ. മാനവകുലത്തിന്റെ രക്ഷയാണ് ദൈവത്തിന്റെ വചനം. നരഭോജികളെ നരസ്നേഹികളാക്കിയതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ വചനം ദിവസങ്ങൾ വായിച്ചു എന്നല്ല, മണിക്കൂറോളം വായിച്ചു എന്നല്ല. ഈ ബൈബിൾ 66 പുസ്തകവും 10-15 പ്രാവശ്യം വായിച്ചു എന്ന് പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിലല്ല കാര്യം. ഈ വചനത്തിന്റെ വിത്ത് നിങ്ങളുടെ അകത്ത് മുളച്ചു വരുന്നുണ്ടോ? അതിലാണ് ദൈവപ്രവൃത്തി നടക്കുന്നത്. ആമേൻ. ഇനി നിങ്ങൾ നോക്കുക, മത്തായി സുവിശേഷം 24-ാം അധ്യായം 35-ാം വാക്യം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. ഓ, അത്ര ഉറപ്പാണ്. ആകാശം മാറിപ്പോകും, നമ്മൾ കാലുകുത്തി നിൽക്കുന്ന ഈ ഭൂമി മാറിപ്പോകും, പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. എന്ന് വെച്ചാൽ എൻ്റെ അകത്ത് കിടക്കുന്ന ദൈവവചനം അത്ര ഉറപ്പുള്ളതാണ്, അത്ര ശക്തിയുള്ളതാണ്. ആരൊക്കെ മാറിയാലും എൻ്റെ ഉള്ളിൽ ഉരുവാകുന്ന ക്രിസ്തു എന്നെ വിട്ട് മാറിയേക്ക് പോവുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം തന്നെയാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറയാനുള്ള കാര്യം ആ ക്രിസ്തു ഉള്ളിൽ ഉരുവായി വരുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായി വരുന്നത്. ഇനി പത്രോസിന്റെ ലേഖനം 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം 25-ാം വാക്യം. കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു, അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ആമേൻ. കാരണം ഇവിടെ പറയുന്നുണ്ടോ, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും നിലനിൽക്കും ദൈവത്തിന്റെ വചനം. ഭൂതശാന്തി നിൽക്കും, രോഗശാന്തി നിൽക്കും. ഇതൊന്നും നടത്തരുതെന്നല്ല ഞാൻ പ്രസംഗത്തിൽ കൂടെ പറയുന്നത്. ഇതെല്ലാം ആദിമസഭയിൽ നടന്നു, ഈ അന്ത്യകാലത്തിലും നടക്കുന്നുണ്ട്, ഇനിയും നടക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇതിനു വേണ്ടി യേശുവിനെ നിങ്ങൾ സ്വീകരിക്കരുത്, ഇതിനു വേണ്ടി വചനം പറയരുത്. വചനം ഇതിനു വേണ്ടി പുറമേ ഒരു സൗഖ്യത്തിന് വേണ്ടിയുള്ളതല്ല. ദൈവത്തിന്റെ വചനം, വചനം മുളയ്ക്കേണ്ടത് ഹൃദയത്തിനകത്താണ്. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിനകത്ത് മുളച്ച വചനത്തിൽ കൂടെ ഇതൊക്കെ നടക്കട്ടെ, രോഗശാന്തികൾ നടക്കട്ടെ. ഇതൊന്നും തെറ്റൊന്നായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ നമ്മുടെ വചനം പുറമെ ഒരു സൗഖ്യത്തിന് വേണ്ടിയോ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയോ നിങ്ങൾ എടുക്കരുത്. അത് ദൈവസന്നിധിയിൽ പാപമാണ്. ഇവിടെ വായിക്കുന്നത്, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു, അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ആമേൻ. കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യണം? വചനം പ്രസംഗിക്കണം. പല സഭകളിലും വചനം പ്രസംഗിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പുറമേ കുറെ കയ്യടിയുണ്ട്, പുറമേ കീബോർഡും റിതം പേഡും അതുപോലെ നല്ല സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ, പാടുന്ന പ്രസംഗിക്കുന്ന നല്ല ദേവദാസന്മാരുണ്ടെങ്കിൽ നമ്മുടെ ജഡത്തിന് ഭയങ്കര സന്തോഷമാണ്, ജഡം ഭയങ്കര ഉല്ലാസമാണ്. പക്ഷേ നാളെയുടെ ദിവസങ്ങളിൽ ഒറ്റപ്പെടുന്ന ചില സാഹചര്യങ്ങളിൽ, വേദനപ്പെടുന്ന സാഹചര്യങ്ങളിൽ, ആർക്കും സഹായിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ, അന്ന് കർത്താവേ എന്ന് ദൈവത്തിങ്കിലേക്ക് നോക്കി വിളിച്ച് ദൈവത്തിനോട് സഹായം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, വരാൻ പോകുന്ന നാളുകൾ ഇതൊരു അന്ത്യ നാളുകളാണ്. നമ്മൾ വളരെ പീഡനങ്ങളിൽ കൂടെ സഭകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പലതിന്റെ ആരംഭം തുടങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് സഭയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് അറിയില്ല. സഭകളെല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്, ദൈവമക്കളെല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്, വിശുദ്ധന്മാരെല്ലാം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ സാഹചര്യത്തിൽ നമ്മുടെ വിശ്വാസം ഇത് കണ്ടിട്ട് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. പലരും തങ്ങളെ തന്നെ ഏൽപ്പിച്ച് പിന്മാറിപ്പോകുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. പലരും ഉപജീവന മാർഗ ചിന്തകളാലും മദ്യപാനത്തിന്റെ ചിന്തകളാലും നന്മയ്ക്ക് വേണ്ടിയൊക്കെ ദൈവത്തെ കളഞ്ഞിട്ട് ഓടിപ്പോകും. ഇനി പള്ളിയിൽ പോകരുത് എന്ന നിയമം വരും. അന്ന് നിങ്ങൾ എന്ത് ചെയ്യും? അന്ന് നിങ്ങൾക്ക് വേണ്ടി പാടാൻ ആരുണ്ട്? പ്രാർത്ഥിക്കാൻ ആരുണ്ട്? ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ലോകം വരാൻ പോവുകയാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ദൈവവചനം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ദൈവവചനം മുളച്ച് ക്രിസ്തു ഉരുവായി വന്നിട്ടുണ്ടെങ്കിൽ,
ഹല്ലേലൂയ. എന്നേക്കും നിലനിർത്തുകയും ചെയ്യുന്ന ദൈവവചനത്താൽ നിങ്ങൾ ബലപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. സ്തെഫാനോസ് നോക്കണം, അവനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോഴും ശക്തി കുറഞ്ഞതായി കാണുന്നില്ല. ദൈവസന്നിധിയിൽ അവൻ ശക്തനായി തീർന്നു. അവൻ മുട്ടുമടക്കാനിടയായി. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാരല്ല അങ്ങനെ തന്നെയാണ്. പത്രോസിനെ ക്രൂശിക്കാൻ കൊണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ അരുമനാഥനെ ക്രൂശിച്ചതുപോലെ അല്ല, എന്നെ തലകീഴായി ക്രൂശിക്കണം. പൗലൂസ് അപ്പോസ്തലൻ നോക്കണം, കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ നല്ല പോലെ പോയിരുന്നു. കാരണം എന്താ? അവിടെ ഉള്ളിൽ ഉരുവായി നിൽക്കുന്ന ക്രിസ്തു, ദൈവത്തിന്റെ വചനം അവിടെ ഉള്ളിലുള്ളത് കൊണ്ട് വാളിനോ ക്രൂശിനോ ചാട്ടവാറിനോ തീക്കോ വെള്ളത്തിനോ പടയാളികൾക്കോ ചങ്ങലയ്ക്കോ സാമ്രാജ്യങ്ങൾക്കോ അവരെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേ എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക. ദൈവദാസന്മാരോട് പറയുന്നു, ജനത്തിന് കൊടുക്കേണ്ടത് വചനമാണ്. പാവപ്പെട്ട വിശ്വാസികളാണ് നിങ്ങൾ, അവർക്ക് വചനം പറഞ്ഞു കൊടുക്കട്ടെ. അവിടെ ഉള്ളിൽ വചനം കീറട്ടെ. മറ്റുള്ള സഭയിൽ ആയിരങ്ങൾ വരുന്നു, വരട്ടെ. അവർ എങ്ങനെയെങ്കിലും ആൾക്കാരെ കൂട്ടാൻ വേണ്ടി പല ടെക്നിക്കൽ എടുത്തോട്ടെ. അത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം നമ്മൾ വചനം പ്രസംഗിക്കുക. സമയത്തിലും അസമയത്തിലും ഒരുക്കമുള്ളവരായിരിക്കണം. എന്തിന്? വചനം പ്രസംഗിക്കാം. വചനത്തിന് വള്ളിയോ പുള്ളിയോ മാറ്റം വരാതെ നമ്മൾ വചനം പറയണം. അംഗീകരിക്കുന്നില്ലെന്നല്ല, ആര് ഏറ്റെടുക്കുന്നു എന്നല്ല, ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല. നമ്മൾ ഈ തലമുറയിൽ ദൈവവചനം ജനത്തെ പഠിപ്പിക്കണം. സഭകളിൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കണം. ദൈവവചനം ജനത്തിന്റെ ഉള്ളിൽ കൊടുക്കണം. നിങ്ങളുടെ കൂടെ ഇപ്പോഴവർ കാണും. നാളെ അവർ ഒറ്റപ്പെടുന്ന സമയത്ത്, അവർ തകർന്നു പോകുന്ന ചില സമയത്ത്, അന്ന് നിങ്ങൾ കൊടുക്കുന്ന ദൈവവചനമായിരിക്കും നിങ്ങളെ ബലപ്പെടുത്തുന്നു. ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, പക്ഷേ നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തന്ന ദൈവവചനമാണ് ആത്മഹത്യയുടെ അറ്റത്ത് ഞാൻ ചെന്ന് നിന്നപ്പോൾ, ആത്മഹത്യയുടെ വക്കോളം നിന്നപ്പോൾ അന്ന് തന്ന വചനം എൻ്റെ ഹൃദയത്തിൽ ഓർമ്മ വന്നു. ഇന്നും അവർ ജീവനോടെ ശേഷിച്ചിരിക്കുന്നു. ഞാൻ എന്തിനാണ് പറയുന്നത്? ദൈവവചനത്തിന് ഭയങ്കര ശക്തിയുണ്ട്. ഹല്ലേലൂയ. മാതാപിതാക്കളോട് പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം അവിടെ ഉള്ളിനകത്ത് കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? ദൈവവചനം അവർക്ക് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, അത് ഉരുവാവോളം, ക്രിസ്തു ആ വചനത്തിൽ കൂടെ ഉരുവായി പുറത്തു വരുവോളം എന്ത് ചെയ്യണം? ഒരു പ്രസവ വേദനപ്പെടുന്ന സ്ത്രീയെ പോലെ നമ്മൾ അവർക്ക് വേണ്ടി കരയപ്പെടണം. ഒരു സുവിശേഷ യോഗം നടത്തിയിട്ട് വചനം കൊടുത്തു, ആൾക്കാരൊക്കെ വന്നു, ഭയങ്കര വിടുതലായി എന്ന് പറയല്ല. അന്ന് അവിടെ കൊടുത്ത വചനം ഉരുവായി വരണം. അവരുടെ ഉള്ളിൽ അവർ കേട്ട വചനം ക്രിസ്തുവിൽ അവർ ഉരുവായി വരണം. വരാതിരിപ്പാൻ ഈ ലോകത്തിലെ ദൈവം അവരുടെ കണ്ണുകളെ കുരുടാക്കാൻ സാധ്യതയുണ്ട്. ഈ വിത്തിനെ മുളപ്പിക്കാതെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു സ്ത്രീ പ്രസവ വേദനപ്പെടുന്ന വേദനയിൽ പൗലൂസ് കരഞ്ഞതുപോലെ നമ്മുടെ സഭകൾ കരയപ്പെടണം. ഞാനൊരു വചനം കൂടെ വായിച്ച് ഞാൻ നിർത്തിക്കോളാം. എഫേസ്യർ എഴുതിയ ലേഖനം 4:13 മുതൽ 15 വരെ. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്ക് ആകുന്നു എന്തോന്നു? ദൈവത്തിന്റെ വചനം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴയുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാവുക. ഒരിക്കൽ കൂടി ഞാൻ വായിക്കുന്നു. എഫേസ്യർ ലേഖനം 4:13-15 വരെ. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവേക്കും ആകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴയുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അപ്പോൾ ദൈവവചനം
ഒരുത്തന്റെ അകത്ത് വരേണ്ടതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഒന്ന് ശുശ്രൂഷയുടെ വേലയ്ക്കും, രണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവിനും എന്ത് വേണം? വചനം വേണം. മൂന്ന്, മനുഷ്യന്റെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് ആത്മീയ ലോകത്തിൽ പോലും ചതിയും വഞ്ചന മാത്രമേ ഉള്ളൂ. മറ്റൊരു സുവിശേഷം, മറ്റൊരു ക്രിസ്തു. ഈ ലെവലിൽ പോകുമ്പോൾ നമ്മൾ ഒലഞ്ഞു പോകാതിരിക്കണമെങ്കിൽ, നമ്മൾ ചതിയിലകപ്പെടാതിരിക്കണമെങ്കിൽ വചനം നമ്മുടെ അകത്ത് വരണം. കേൾക്കുകയല്ല, വായിക്കുകയല്ല, കൊള്ളാന്ന് പറയല്ല, വചനം അകത്ത് ഉരുവായി വരണം. ഓക്കെ, ഇനി അടുത്ത്, ഓരോ കാറ്റിനാൽ അലയുന്ന ആയിരിക്കാതെ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ശിശുക്കളാകരുത്. ശിശുക്കൾക്ക് പാല് കൊടുക്കണം, ആരെങ്കിലുമൊക്കെ പാല് കൊടുക്കണം, എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറുക്കൊക്കെ എടുത്ത് കൊടുക്കണം. അതുപോലെ ആകരുത്. ദൈവവചനം, നമ്മൾ പത്യോപദേശം, വിശുദ്ധി, വേർപാട്, ഇതെവിടെ നിന്നാണ് കിട്ടുന്നത്? ആരും പ്രസംഗിക്കുമ്പോൾ കിട്ടുന്നതല്ല, ദൈവവചനത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ആ വചനം അകത്ത് കയറിയാൽ മാത്രം ഇത് മുളച്ചു വരികയുള്ളൂ. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകുന്നു. നമ്മള് ഗലാത്യർ 4:19 വായിച്ചു, ക്രിസ്തു നിങ്ങളിൽ ഉരുവാവോളം. ഇവിടെ എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ആമേൻ. ഇന്ന് രാവിലെ കേൾക്കുന്ന ദൈവവൈദ്യങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവവചനത്തിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? വചനം വായിക്കുന്നവർ എത്ര പേരുണ്ട്? നാളുകളായി വചനം വായിച്ചിട്ട്, മുമ്പ് മണിക്കൂറോളം ഇരുന്ന് വചനം ധ്യാനിക്കുന്നവരുണ്ടായിരുന്നു. ഒരു പ്രസംഗം കേൾക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, വചനം ധ്യാനിക്കുക. ഒരു വചനം വായിച്ചിരുന്നിട്ട് സമയങ്ങളോളം, കർത്താവേ നീ എന്നോട് ഇത് സംസാരിക്കണമേ, നീ എന്നോട് ഇടപെടണമേ, ഈ വചനത്തിന് എന്നോടുള്ള ദൂത് എന്താണ്, എന്നോട് നീ എന്താണ് സംസാരിക്കുന്നത് എന്ന് ദൈവത്തോട് ചോദിച്ചവർ ഉണ്ടായിരുന്നു. എത്ര നാളായി ഇപ്പോൾ അത് ചോദിക്കുന്നു? ഇന്ന് രാവിലെ ദൈവത്തോട് പറയാമോ, കർത്താവേ ആ വചനത്തിന്റെ ധ്യാനം എൻ്റെ ഉള്ളിനകത്ത് വരണം. ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ തീ കത്താൻ തുടങ്ങും. ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ ശരീരത്തിന് ബലം ലഭിക്കുവാനിടയാകും. ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ ചില കെട്ടുകൾ അഴിയപ്പെടുവാനിടയാകും. ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് കരയുമ്പോൾ ചില കുടുംബത്തിലുള്ള ചില പോരുകൾ അഴിയപ്പെടുവാനിടയാകും. നിങ്ങളുടെ ബോഡിക്കകത്ത് വ്യാപരിക്കുന്ന രോഗാത്മക്ക് അഴിയണമോ? ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകണം. ആ കേട്ട വചനം, നിങ്ങൾ വായിച്ച വചനം, ദൈവം നിങ്ങളോട് സംസാരിച്ച വചനം നിങ്ങളുടെ ഉള്ളിൽ വീഴുക മാത്രമല്ല, ഓർമ്മിച്ചിരിക്കാനല്ല പറയുന്നത്, ഹൃദയത്തിനകത്ത് ഉരുവായി വരണം. ഒരു വചനം കേട്ടാൽ അതിനുവേണ്ടി കരയണം. പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ ഒന്ന് കരയണം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നു, വചനം നഷ്ടപ്പെട്ടുള്ള സഭകൾ, വചനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, വചനം നഷ്ടപ്പെട്ട് ഓടുന്ന തലമുറകൾ, ഇത് തലമുറകൾ വചനത്തിനകത്തില്ല. ഫുട്ബോൾ കളിയും ക്രിക്കറ്റ് കളികളും ജിംനാസ്റ്റിക്കും ഒക്കെ സഭയിൽ വരാനുള്ള കാര്യം എന്തെന്നറിയണ്ടേ? വേറൊന്നിനും അല്ല വരുന്നത്. ഇതെല്ലാം വരുന്നതിന്റെ പിന്നിൽ പിള്ളേരുടെ ഉള്ളിൽ വചനമില്ല. വചനമില്ലാത്ത പിള്ളേർ ലോകത്തോട്ട് ചാടി ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ലോകത്ത് ഞായറാഴ്ച പോകാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ സഭാ നേതാക്കന്മാർ പറഞ്ഞു, അവരെ ഇനി അടുപ്പിച്ച് നിർത്തണം. അതിനെന്ത് വേണം? നമ്മുടെ സഭകളിൽ തന്നെ ക്രിക്കറ്റ്, ഫുട്ബോള്, ഇങ്ങനെയുള്ള വോളിബോള്, പിന്നെ ജിംനാസ്റ്റിക് ഒക്കെ നമുക്ക് തുടങ്ങാം. ഹല്ലേലൂയ. ഇങ്ങനെയാ പോകുന്നത്. ഈ പിള്ളേർ എത്ര നാൾ നിൽക്കും? ഈ പിള്ളേരുടെ ജീവിതത്തിൽ വിദേശത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പഠിക്കാനോ ജോലിക്കോ അല്ലെങ്കിൽ ഒരു പ്രതികൂലങ്ങളോ പ്രലോഭനങ്ങളോ വന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഇവരൊക്കെ പിന്മാറ്റത്തിലോട്ട് പോകും. ഇവർ ജാതികളായി തീരും. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരോട്, സഭയോട്, മാതാപിതാക്കളോട് പറയുന്നു, പിള്ളേർക്ക് ജിംനാസ്റ്റിക് അല്ല വേണ്ടത്. സഭയ്ക്കകത്ത് പിള്ളേർക്ക് ഫുട്ബോൾ കളിയല്ല വേണ്ടത്. പിള്ളേർക്ക് ദൈവവചനം, അവിടെ ഉള്ളിനകത്ത് വീഴുന്ന വചനം ഉരുവായി വരവാൻ ദൈവദാസന്മാർ, വിശ്വാസികൾ, അമ്മയപ്പന്മാർ അത് പ്രസവ വേദനപ്പെടുന്ന പോലെ പോയിട്ടാൽ മാത്രമേ ഈ തലമുറകൾ ദൈവസന്നിധിക്കൂ. നമുക്കറിയാം, താലന്ത് പരിശോധന നല്ല കാര്യമാണ്. അല്ലല്ലോ, ഓരോ അപ്പനും അമ്മയും അല്ലല്ലോ അവസാനത്തെ വർഷത്തിന്റെ അവസാനം മക്കളെ പിടിച്ച് അടി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തിനെന്ന് വെച്ചാൽ ജയിക്കണം, മത്സരം. വേദോത്സവം മത്സരം ആഭിചാരം പോലെ എന്നാണ്.
അല്ലാതെ പിള്ളേര് ദൈവവചനം അകത്തിറങ്ങുന്നതല്ല മാതാപിതാക്കൾ ചെയ്യുന്നത്. മത്സരിപ്പിക്കണം, ഞങ്ങളുടെ സഭയ്ക്ക് ട്രോഫി കിട്ടണം, ഏറ്റവും നല്ല സഭ, ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങിച്ച സഭയാകണം, ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച സ്റ്റുഡൻസ് എൻ്റെ മോനായിരിക്കണം, എൻ്റെ മോളായിരിക്കണം. ഇതിനു വേണ്ടിയല്ലേ പ്രിയ മാതാപിതാക്കളെ നമ്മൾ പിള്ളേരെ വചനം പഠിപ്പിക്കുന്നത്. അല്ലാതെ പിള്ളേരുടെ ഉള്ളിനകത്ത് യേശു ദൈവമെന്നും ക്രിസ്തു യേശുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നും ഏത് പിള്ളേർക്കറിയാം? ഇന്നത്തെ ജനറേഷൻ തകർന്നുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളെ ഇതിന് നമ്മൾ വില കൊടുക്കേണ്ടി വരും. ഇവിടെ പൗലൂസ് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വചനം ഉള്ളിൽ വീണാൽ മാത്രമേ ക്രിസ്തു അതിനകത്തുനിന്ന് ഉരുവായി വരികയുള്ളൂ. ക്രിസ്തു ഉരുവായി വന്നാൽ മാത്രമേ യേശു എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമാണ്, അവൻ്റെ ശരീരത്തോട് ഇഴുകിച്ചേർന്ന് ആ ക്രൂശോട് ഞാൻ പറ്റി നിന്ന് എൻ്റെ അവയവങ്ങളെ ഞാൻ ക്രൂശോട് ചേർത്ത് ബന്ധിച്ച് ഞാനല്ല ഇനി ക്രിസ്തു എന്നിൽ ജീവിക്കണമെന്ന് ഒരു കൊച്ചു പറയണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം ഇറങ്ങണം. ഇന്ന് പാരമ്പര്യത്തിൽ ഒരു 13 വയസ്സ് കഴിയുമ്പോൾ 14 വയസ്സ് കഴിയുമ്പോൾ എനിക്ക് സ്നാനപ്പെടാനുള്ള സമയമായി ചെന്ന് മുങ്ങ്, അപ്പൻ്റെ അമ്മയുടെ പ്രേരണയിൽ ആഭരണമൊക്കെ മാറ്റിയിട്ട് മുങ്ങുന്നു പൊങ്ങുന്നു. കൊച്ചു ബാംഗ്ലൂര്, കൊച്ചു അമേരിക്കയില്, കൊച്ചു UK പോകുമ്പോൾ പഴയതിനേക്കാൾ അപ്പുറമായി ലോകമോഹിയായി പാപിയായി അവർ ജീവിക്കുന്നു. അല്ല, ഇതിന് കാരണം എന്താണ്? ദൈവത്തിന്റെ വചനം അകത്തില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ദൈവദാസന്മാരോട്, മാതാപിതാക്കളോട്, ഹല്ലേലൂയ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോട്, യൂത്തിന്റെ പ്രവർത്തകരോട് പറയുന്നു, കുഞ്ഞുങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി മിഠായി കൊടുക്കുന്നതിനേക്കാൾ ദൈവവചനത്തിന്റെ മിഠായി ഉള്ളിനകത്ത് കൊടുക്കണം. കുഞ്ഞുങ്ങളെ യൗവനക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഫുട്ബോൾ കളിയും ക്രിക്കറ്റ് കളി ടീമും ഇതൊക്കെ ഒന്ന് നിർത്തണം. എന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഞായറാഴ്ച കൊടുക്കുന്ന ദൈവവചനം അവരുടെ ഉള്ളിൽ ക്രിസ്തുവായി ഉരുവായി വരേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പോലെ, പ്രസവ വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയെ പോലെ സഭ അവർക്ക് വേണ്ടി കരയണം. ഈ തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവേ, പിതാവേ, ദൈവവചനത്തിന് വില കൊടുക്കണം. ലോകത്ത് കാണിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ എല്ലാ കാഴ്ചകളിലും പോക്കിലും നമ്മൾ ഓടുന്നതിനേക്കാൾ നമുക്ക് ഇന്ന് രാവിലെ ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ വചന ധ്യാനം നിന്നിട്ട് വർഷങ്ങളായി, വചന ധ്യാനം മുടങ്ങിയിട്ട് മാസങ്ങളായി, കർത്താവെ ഞാൻ തിരിച്ചു വരുന്നത് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒരു നിമിഷം കണ്ണുകളെ വിടാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചന സന്ദേശത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയനെ ഏൽപ്പിച്ച ഈ വചനം നിന്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിനകത്ത് വീഴുന്ന വചനം കർത്താവെ, അപ്പച്ച ക്രിസ്തുവായി ഉരുവായി ക്രിസ്തു മുളച്ചു വരട്ട് കർത്താവെ, അകത്ത് ക്രിസ്തു വരട്ട് കർത്താവെ, ഇവിടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കട്ട് കർത്താവെ. അപ്പച്ച നാളുകളായി വചനം വായിച്ച് ധ്യാനിച്ച് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചവർ ഇന്ന് വചന ധ്യാനമില്ല, വചനവുമായി യാതൊരു ബന്ധവുമില്ല. കർത്താവെ, ഞായറാഴ്ച ബൈബിൾ എടുക്കുന്നു, പള്ളിയിൽ പോകുന്നു, അതേ ബൈബിൾ കൊണ്ടുവന്ന് വീട്ടിൽ ഷെൽഫിൽ വെക്കുന്നു, അടുത്ത ഞായറാഴ്ച പൊടിയിട്ട് തട്ടി വീട്ടിൽ പള്ളിയിൽ കൊണ്ടുപോകുന്നു. ഇങ്ങനെ മാസങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് പോകുന്ന ഏതോ മാതാവ്, ഏതോ സഹോദരൻ, ഏതോ കുഞ്ഞ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാവിലെ ദൈവാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങൾ തിരിച്ചു വരണം, ആ വചനത്തിൽ വരണം, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവായി വരണം എന്ന് ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുമ്പോൾ ആ വചനത്തിൽ ഉറയ്ക്കുക, വചനത്തിന്റെ വെളിപ്പാട് പ്രാപിക്കുക. ഹല്ലേലൂയ. കാറ്റിനാൽ ഉലഞ്ഞു പോകുന്ന ശിശുക്കളെ പോലെ നിങ്ങൾ പോകാതിരിപ്പാൻ, നിങ്ങൾ ചതിയിൽ അകപ്പെടാതിരിപ്പാൻ, കള്ളപ്രവാചകന്മാരുടെ കയ്യിൽ അകപ്പെടാതിരിപ്പാൻ, ഹല്ലേലൂയ, മറ്റൊരു സുവിശേഷത്തിന്റെ ഇടയിൽ നിങ്ങൾ ചെന്ന് വീഴാതിരിക്കാൻ, മറ്റൊരു ഉപദേശത്തിൽ കുരുങ്ങിപ്പോകാതിരിപ്പാൻ, വിശുദ്ധി നഷ്ടപ്പെടാതിരിപ്പാൻ, വേർപാട് നഷ്ടപ്പെടാതിരിപ്പാൻ ഇന്ന് രാവിലെ കർത്താവ് ഈ വചനം ഇവരുടെ അകത്തട്ടിൽ ഇറങ്ങി വരാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ശക്തമായി ദൈവവചനത്തിൽ ഉറച്ചു നിന്നവർ വചനത്തിനകത്ത് നിന്ന് അകന്നപ്പോൾ ഇപ്പോൾ വചനത്തിന് അയവ് വരുത്തി വചനത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ചിലരെ ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, മടങ്ങിക്കേറി വരണം, മടങ്ങിക്കേറി വരണം. ഇത്രയും നാൾ ഓടിയത്, ഇത്രയും നാൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് നഷ്ടപ്പെടുത്തരുത്. നിത്യതയിലേക്ക് അടുക്കാനുള്ള സമയമായി. കർത്താവിന്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുന്നു. മരണം നമ്മുടെ മുമ്പിൽ 4 വിരൽ വ്യത്യാസത്തിലാണ്. ഏതും എപ്പോഴും വേണമെങ്കിൽ സംഭവിക്കാം. എന്നാൽ ഇന്ന് രാവിലെ കർത്താവേ, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വിടുതലാകണമേ, ചിലരെ സ്പർശിക്കണമേ, ദൈവവചനത്തിൽ ഉറപ്പിക്കണമേ, വചനം വായിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ, ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് മുടിയാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ജീവിതത്തിൽ നാളുകളായി
ആത്മീയത്തിൽ നിന്ന് അകന്ന്, പ്രാർത്ഥനയിൽ നിന്ന് അകന്ന്, ഭജനവുമായി യാതൊരു ബന്ധവുമില്ലാതെ ആത്മീയത്തിൽ അയവ് വരുത്തി വേർപാടിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കണം, വചനം നമ്മുടെ അകത്തില്ലെങ്കിൽ വേർപാടിൽ നിന്നും നമ്മൾ അകലും, വിശുദ്ധിയിൽ നിന്നും നമ്മൾ അകറ്റിക്കളയും. നമ്മൾ സാധാരണ ഒരു ക്രിസ്ത്യാനികളെ പോലെ, ലോകത്തിലുള്ള ഒരു ക്രിസ്ത്യാനികളെ പോലെ നമ്മളായിത്തീരും. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ അത് സംഭവിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ